നമസ്കാരം. ഈ പുതിയ കരിയർ അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ടെക് പ്രൊഫഷണലോ അതല്ലെങ്കിൽ കരിയറിൽ അടുത്ത വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ കാത്തിരിക്കുന്ന ഒരു റിയാക്ട് ഡെവലപ്പറോ ആണെങ്കിൽ ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലുള്ള ECS ബിസിനസ് സൊല്യൂഷൻസ് അഥവാ ECS ഫിൻലെ ഒരു തകർപ്പൻ കരിയർ അവസരത്തെക്കുറിച്ചാണ്. അവരൊരു റിയാക്ട് ഡെവലപ്പറെയോ അല്ലെങ്കിൽ സീനിയർ റിയാക്ട് ഡെവലപ്പറെയോ ആണ് തിരയുന്നത്. ഈ റോളിന്റെ യഥാർത്ഥ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ശരി, നമുക്ക് വേഗം ഇതിലേക്ക് കടക്കാം. പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ECS ഫിന് പരിചയപ്പെടാം, റിയാക്ട് ഡെവലപ്പർ റോൾ, നിങ്ങളുടെ പ്രധാന ടെക് സ്റ്റാക്ക്, നിങ്ങളെ വേറിട്ട് നിർത്തുന്ന കഴിവുകൾ, പിന്നെ അവസാനം എങ്ങനെ അപേക്ഷിക്കാമെന്നതും. ഒന്നാമത്തെ ഭാഗം ECS ഫിനിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് എന്റർപ്രൈസ് ആൻഡ് പ്രോസസ് ഓപ്റ്റിമൈസേഷൻ. ഒരു കമ്പനിയിലേക്ക് മാറുമ്പോൾ അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യണതെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം, അല്ലേ? വെറുമൊരു സാധാരണ സോഫ്റ്റ്വെയർ കമ്പനി എന്നതിലുപരി പ്രോസസ് ഓപ്റ്റിമൈസേഷനിൽ വൈദഗ്ധ്യമുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് ECS ഫിൻ. ഇതാണ് അവരുടെ കോർ മിഷൻ. ലോകമെമ്പാടുമുള്ള വൻകിട ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും എങ്ങനെ മാറ്റാമെന്നാണ് അവർ കണ്ടെത്തുന്നത്. അതായത്, നിങ്ങൾ വെറുമൊരു കോഡർ മാത്രമല്ല ആകാൻ പോകുന്നത്, മറിച്ച് യഥാർത്ഥ ലോകത്തെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ടീമിന്റെ ഭാഗമാകുകയാണ്. അവർ എന്തൊക്കെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. എന്റർപ്രൈസ് മെസ്സേജിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, സ്വിഫ്റ്റ് സർട്ടിഫൈഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, പോസ്റ്റ് ട്രേഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ, ട്രഷറി മാനേജ്മെന്റ് സിസ്റ്റം. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവയൊന്നും ചെറിയ ആപ്ലിക്കേഷനുകളല്ല. ആഗോളതലത്തിൽ ബാങ്കുകളും മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും അവരുടെ ദൈനംദിന കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന സുപ്രധാന ടൂളുകളാണിത്. ഇത്തരം ഹൈസ്റ്റേക്സ് പ്രോജക്റ്റുകളുടെ ഭാഗമാകുന്നത് നിങ്ങളുടെ കരിയറിനെ എത്രത്തോളം മൈലേജ് നൽകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. രണ്ടാമത്തെ ഭാഗം റിയാക്ട് ഡെവലപ്പർ റോൾ. ലൊക്കേഷൻ തിരുവനന്തപുരം ടെക്നോപാർക്ക്. ടെക്നോപാർക്ക് ഫേസ് 1 ക്യാമ്പസിലാണ് ഈ പൊസിഷൻ. മികച്ച വർക്ക് എൻവയോൺമെന്റ് ഇവിടെ ഉറപ്പാണ്. എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ 2 മുതൽ 5 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ള ഡെവലപ്പർമാരെയാണ് അവർ പ്രധാനമായും അന്വേഷിക്കുന്നത്. നിങ്ങളൊരു മിഡ് ലെവൽ ഡെവലപ്പറോ അല്ലെങ്കിൽ ഒരു സീനിയർ റോളിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്ന ആളോ ആണെങ്കിൽ ഇത് തികച്ചും അനുയോജ്യമായൊരു അവസരമാണ്. അടിസ്ഥാന കാര്യങ്ങൾക്കപ്പുറം കുറച്ചുകൂടി സങ്കീർണമായ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളെയാണ് അവർക്ക് വേണ്ടതെന്ന് ഈ എക്സ്പീരിയൻസ് ലെവൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നിർണായകമായ കാര്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ഭാഗം നിങ്ങളുടെ കോർ ടെക് സ്റ്റാക്ക്, അതായത് അവർ നിർബന്ധമായും ചോദിക്കുന്ന സ്കില്ലുകൾ. വളരെ കൃത്യമായ ഫ്രണ്ട് എൻഡ് സ്കില്ലുകളാണ് അവർ ചോദിക്കുന്നത്. അടിസ്ഥാനപരമായ HTML, CSS3, ജാവാസ്ക്രിപ്റ്റ്, ES6 എന്നിവയിൽ നിങ്ങൾക്ക് നല്ല കമാൻഡ് ഉണ്ടായിരിക്കണം. ഒപ്പം വലിയ സ്കേലബിൾ റിയാക്ട് ആപ്ലിക്കേഷനുകൾ നിർമ്മിച്ചു പരിചയവും വേണം. ഇതിനൊപ്പം ആന്റീഡ് അല്ലെങ്കിൽ മറ്റീരിയൽ UI പോലുള്ള കമ്പോണന്റ് ലൈബ്രറികളിലും സ്റ്റൈൽ കമ്പോണന്റ്സ് അല്ലെങ്കിൽ emotion.js എന്നിവയിലും പ്രായോഗിക പരിചയമുണ്ടായിരിക്കേണ്ടത് മസ്റ്റാണ്. കാരണം മനോഹരവും അതേസമയം പെർഫോമൻസ് കൂടിയതുമായ യൂസർ ഇന്റർഫേസുകൾ നിർമ്മിക്കാൻ ഇതൊക്കെ അത്യാവശ്യമാണല്ലോ. ഫ്രണ്ട് എൻഡ് മാത്രമല്ല കേട്ടോ, കുറച്ച് ബാക്ക് എൻഡ് പരിജ്ഞാനം കൂടി ഇവിടെ ആവശ്യമുണ്ട്. Node.js, Express.js എന്നിവയിലുള്ള പരിചയം അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒരു ഫുൾ സ്റ്റാക്ക് രീതിയിൽ ചിന്തിക്കാനും APIകളുമായി മികച്ച രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും. ചുരുക്കത്തിൽ, നിങ്ങളൊരു കംപ്ലീറ്റ് ഡെവലപ്പർ ആകണം. നാലാമത്തെ ഭാഗം വേറിട്ട് നിൽക്കാനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഗുഡ് ടു ഹാവ് എഡ്ജ്. റിയാക്ട്, ജാവാസ്ക്രിപ്റ്റ്, നോഡ് എന്നിവയൊക്കെ ഒരു ബേസ് ലൈൻ മാത്രമാണ്. എന്നാൽ കമ്പനിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റണമെങ്കിൽ ചില എക്സ്ട്രാ സ്കില്ലുകൾ സഹായിക്കും. മികച്ച ആർക്കിടെക്ചറൽ പാറ്റേണുകൾ, UI പ്രോട്ടോടൈപ്പിംഗ്, അഡ്വാൻസ്ഡ് റെൻഡറിംഗ് ടെക്നിക്കുകൾ എന്നിവയിലുള്ള അറിവ് നിങ്ങളെ മറ്റു ഉദ്യോഗാർത്ഥികളിൽ നിന്നും ശരിക്കും വേറിട്ട് നിർത്തും. ഒരു സാധാരണ കോഡർക്കും സീനിയർ എഞ്ചിനീയർക്കും ഇടയിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് മോഡേൺ ഫ്രണ്ട് എൻഡ് ആർക്കിടെക്ചറിനെക്കുറിച്ചുള്ള അറിവ്, പ്രത്യേകിച്ച് ഫീച്ചർ സ്ലൈസ് ഡിസൈൻ അഥവാ FSD. കോഡുകളെ വെറുതെ ടെക്നിക്കൽ ടൈപ്പുകളായി വിഭജിക്കാതെ ബിസിനസ് ഫീച്ചറുകൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന രീതിയാണിത്. കോമ്പണന്റ് ബേസ്ഡ് ആർക്കിടെക്ചറിൽ ഇത് വളരെ പ്രധാനമാണ്. ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഡെവലപ്പർ ഏത് പ്രൊജക്റ്റിനും ഒരു വലിയ മുതൽക്കൂട്ടാണ്, തീർച്ച. ഇനി ഈ സ്ലൈഡിലെ വളരെ രസകരമായ കാര്യം എന്താണെന്നാൽ അവർ പെർഫോമൻസിന് നൽകുന്ന പ്രാധാന്യമാണ്. സെർവർ സൈഡ് റെൻഡറിംഗ്, അതായത് SSR, പിന്നെ ക്ലയന്റ് സൈഡ് റെൻഡറിംഗ് ആയ CSR. വെബ് പെർഫോമൻസ് വർദ്ധിപ്പിക്കാനുള്ള ഈ പ്രധാന കൺസെപ്റ്റുകൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും Next.js-ഉം React.js-ഉം ഉപയോഗിച്ച് ഇവ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നറിയുന്നത് നിങ്ങൾക്ക് വലിയൊരു മുൻതൂക്കം നൽകും.
എന്റർപ്രൈസ് ആപ്പുകളിൽ സ്പീഡ് എന്നത് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ. ഇതിനു പുറമെ കുറച്ചുകൂടി സ്കില്ലുകൾ നിങ്ങളുടെ പ്രൊഫൈലിനെ സ്ട്രോങ് ആക്കും. ഫിഗ്മ അല്ലെങ്കിൽ അഡോബ് എക്സ്ഡി പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചുള്ള UI പ്രോട്ടോടൈപ്പിംഗ്, REST APIകളുടെയും ഓതന്റിക്കേഷന്റെയും കൃത്യമായ അറിവ്, കസ്റ്റം തീമിംഗ്, പിന്നെ ഏത് സ്ക്രീനിലും വർക്ക് ചെയ്യുന്ന റെസ്പോൺസീവ് വെബ് ഡെവലപ്മെന്റ്. ഡിസൈൻ ടീമുമായും ബാക്ക്എൻഡ് ടീമുമായും സ്മൂത്തായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇത്തരം അറിവുകൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇതൊക്കെ എങ്ങനെ ഒത്തുചേരുന്നു എന്ന് നോക്കാം. 5ാമത്തെ ഭാഗം, എങ്ങനെ അപേക്ഷിക്കാം, ഒപ്പം നിങ്ങളുടെ അടുത്ത ചുവടുകൾ. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഡേറ്റാണ്, ജൂലൈ 2, 2026. ഇതാണ് അവസാന തീയതി. സമയം ഇനിയും ഉണ്ടല്ലോ എന്ന് കരുതി കാത്തിരിക്കരുത്. എത്രയും വേഗം റെസ്യൂമെയും പോർട്ട്ഫോളിയോയും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നല്ല അവസരങ്ങൾ എപ്പോഴും നമ്മൾ വേഗത്തിൽ തന്നെ സ്വന്തമാക്കണം. അപേക്ഷിക്കാനുള്ള കൃത്യമായ 3 സ്റ്റെപ്പുകൾ പറയാം. 1. അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ecswin.com സന്ദർശിച്ച് കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റുകളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കുക. 2. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോർ ടെക് സ്റ്റാക്കുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ തയ്യാറാക്കുക. 3. എല്ലാം റെഡിയായാൽ careers@ecswin.com എന്ന ഈ ഇമെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ അപേക്ഷ അയയ്ക്കുക. നമ്മുടെ ഈ അവലോകനം അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ റിയാക്ട് സ്കില്ലുകൾ ഉപയോഗിച്ച് ഗ്ലോബൽ ഫിനാൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? വെറുതെ കോഡ് എഴുതുക എന്നതിനപ്പുറം ലോകമെമ്പാടുമുള്ള ഫിനാൻഷ്യൽ സിസ്റ്റമുകളിൽ വലിയൊരു ഇംപാക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ റോളിനായി ഇന്ന് തന്നെ അപേക്ഷിക്കുക. നിങ്ങളുടെ കരിയറിലെ വലിയൊരു മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും. ഒപ്പം ഈ എക്സ്പ്ലെയിനർ കണ്ടതിന് വലിയൊരു നന്ദി.